ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വിങ് ടൈം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടൺ ഫ്രോക്കാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 20 ആണ്. 2 വയസ്സ് മുതൽ 3 വയസ്സുള്ള കൊച്ചുങ്ങളുടെ ഒരു ഉടുപ്പ്. ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇത് അളവുകളിൽ ഉടുപ്പിൻ്റെ അളവ് വെച്ച് എങ്ങനെയാണ് ഇതിമ്മ മാർക്ക് ചെയ്യണേന്ന് നോക്കാം. ഇത് ഒരു റെഡിമെയ്ഡ് ഉടുപ്പാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 20. ഇതിൻ്റെ ഷോൾഡർ ഇതുപോലെ ഈ 2 സ്ഥലത്ത് എൻഡിൽ പിടിച്ചിട്ട് നോക്കാം. അപ്പം നമുക്ക് 8.5 ആയിരിക്കും ഇതിൻ്റെ ഷോൾഡറിൻ്റെ വീതി വരുന്നത്. പിന്നെ കഴുത്തിൻ്റെ അകലം വരുന്നത് ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. 5 വരും. കൈക്കുഴിയാണ്. കൈക്കുഴീൻ്റെ ഇറക്കം വരുന്നത് 4.5 ഇഞ്ച്. ഇതിൻ്റെ ബോഡീൻ്റെ ലെങ്ത്ത് വരുന്നത് 8.5 ഇഞ്ച്. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 11 ഇഞ്ചാണ്. ഇതിന് താഴത്തെ വേസ്റ്റ് വണ്ണം വരുന്നത് 10.5 ഇഞ്ച് ആയിരിക്കും. ഇതിൻ്റെ ഇറക്കം 20 ഇഞ്ച്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഫാബ്രിക്കിൽ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ചുരുക്കിടാനുള്ളതാണത്. ഇതിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. താഴ്ഭാഗം മടക്കി തയ്ക്കാൻ 2 ഇഞ്ചും ബാക്കി 11.5 ഇഞ്ചും എടുക്കുക. അപ്പോൾ ടോട്ടൽ 14 ഇഞ്ച് വേണം താഴെ ചുരുക്കിടാൻ എടുക്കേണ്ടത്. അതുപോലെ മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പീസിലേക്കുള്ളതും ബാക്ക് പീസിലേക്ക് ചുരുക്കിടാനുള്ള തുണിയും നമുക്കിവിടെ കിട്ടും. ഈ ഫ്രോക്ക് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പാട്ടിൻ്റെ തുണീൻ്റെ ഇറക്കവും വീതിയും എത്ര വേണമെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേണം. ഇപ്പം ഇതിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. തുണീൻ്റെ വീതി വരുന്നത് 8 ഇഞ്ചും. ഇനി ഫ്രണ്ട് പീസിൽ നമുക്ക് ഷോൾഡറിൻ്റെ വീതി അടയാളപ്പെടുത്താം. ഇവിടെ 4.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 8.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി വന്നിരുന്നത്. അതിൻ്റെ പകുതി എടുക്കാം. ഇനി നെക്കിൻ്റെ വീതി 2 ഇഞ്ച് എടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ് എടുത്തത്. ഇതൊരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി വരുന്നത് 5 ഇഞ്ചാണ്. 4.5 നമ്മൾ മെഷർ ചെയ്തപ്പോൾ കണ്ടത്. അതിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ 5 ഇഞ്ച് വരും. ഇനി ഇതുപോലെ ഇനി ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 6 ഇഞ്ചാണ്. അതായത് 12ൻ്റെ പകുതി 6 ഇഞ്ച് എടുക്കുക. ഞാൻ ഇത്തിരി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്, കോട്ടൺ തുണി ആയതുകൊണ്ടാണ്. ഇനി താഴത്തെ വേസ്റ്റ് വണ്ണം നമ്മൾ മെഷർ ചെയ്തപ്പോൾ കണ്ടത് 10.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. ഞാൻ അതിത്തിരി കൂട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 11 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് എടുക്കുക. നമ്മൾ മെഷർ ചെയ്ത് കിട്ടിയ അളവിൻ്റെ നേരെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ലൈനിങ് പീസ് ഇതേ അളവിൽ ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നെക്കും കൈക്കുഴിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ്. ഇതെങ്ങനെ വെട്ടണേന്ന് നോക്കാം. സിബ് വെച്ച് തയ്ക്കണോണ്ട് നമ്മൾ ഈ മടക്കി വശത്തുനിന്ന് 1/2 ഇഞ്ച്
നമ്മളിതുപോലെ ഗ്യാപ്പ് വിടണം. എന്നിട്ട് വേണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ കൈക്കുഴിയും എല്ലാം മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഭാഗം വെട്ടിയെടുക്കുകയാണ്. ഈ ലൈനിങ് പീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്രോക്കിൻ്റെ കഴുത്തും കൈക്കുഴി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ബാക്ക് പീസിൻ്റെ നല്ല ഫാബ്രിക്കുമേ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കും കൈക്കുഴിയും ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ലൈനിങ് വെച്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ കൈക്ക് പൈപ്പിംഗ് വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ പിങ്ക് കളർ പൈപ്പിംഗ് വയ്ക്കാം. ഇനി ഈ കൈക്കുഴിൻ്റെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് വെട്ടിക്കളയാം. ഇനി ഇത് തുണീനെ മറിച്ചിടുക. നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിടുകയാണ്. പൈപ്പിംഗ് വെക്കണവരാണെങ്കിൽ കൈക്കുഴി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ തുറന്നിട്ടാൽ മതി. കൈക്കുഴിക്ക് പൈപ്പിംഗ് വേണ്ടാത്തവർ ആ കൈയിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണത്. 5 ഇഞ്ച് വലിപ്പമുള്ള ഇതുപോലെ ഒരു നീളത്തിലൊരു തുണി എടുക്കുക. അതിൻ്റെ അരിക് ഇതുപോലെ മടക്കി വെച്ചിരിക്കണം. ഇനി ഈ തുണി എടുത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ ഈ തുണിയുമേ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി അത് വെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കി സെൻറ്ററിൽ നിന്ന് വെട്ടിക്കൊടുക്കുക. ഇത് ഫുള്ളും നമ്മൾ വെട്ടിക്കൊടുക്കണം. ഇനി ഈ തുണീനെ ഇതുപോലെ തിരിച്ചിടുക. ഇനി ഈ പീസ്, അതായത് ലൈനിങ്ങിൻ്റെ പീസാണത്, ഇതിൻ്റെ ഈ ഭാഗം വെച്ച് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. തുണീൻ്റെ നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ കഴുത്തിൻ്റെ മുകളിലായിട്ട് ഈ തുണി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുക. ഈ ഒരു എൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിത് മടക്കി ചീത്തവശത്തേക്ക് വെക്കണം. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക. ചീത്തവശത്തേക്ക് വേണം മടക്കേണ്ടത്. ഇപ്പോൾ റെഡിയായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മടക്കും കൂടി ഉള്ളിലേക്ക് മടക്കാം. ഇനി ഇതുപോലത്തെ ഒരു സിബ് വയ്ക്കുക. ഇത് സാധാ സിബാണ്. എന്നിട്ട് ഈ തുണീൻ്റെ അറ്റത്തായിട്ട് സിബ് വെച്ച് നമ്മൾ ഇതിൻ്റെ അരികത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സിബിൻ്റെ എൻഡ് വേണമെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അത് സ്റ്റിച്ച് ചെയ്യാൻ പാടായതുകൊണ്ട് നമുക്കത് നിവർത്തി തന്നെ സ്റ്റിച്ച് ചെയ്ത് ഹുക്ക് പിടിപ്പിച്ച് കൊടുത്താലും മതി. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് നീക്കിയിട്ട് വേണം സിബ് വയ്ക്കേണ്ടത്. ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ സിബ് ഒട്ടും കാണില്ല. ഇതുപോലെ തുണി മടക്കിയിട്ട് ഈ സിബിന് ഒരു 1/4 ഇഞ്ച് നീക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് ഓവർലാപ്പ് സിബായി മാറും. ഇപ്പം നമ്മൾ സിബ് തയ്ച്ചു. ഇതിനുള്ളിലേക്ക് സിബ് പോയിട്ടുണ്ട്. അപ്പം ഇനി സിബ് സ്റ്റിച്ച് ചെയ്തിനി കാണില്ല, അതിനാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞു.
ഇതുപോലെ 2 പീസിൻ്റെയും നല്ല വശം ചേർത്ത് പിടിച്ച് ലൈനിങ്ങിനെ ഇതുപോലെ കൊണ്ടുവന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ പൈപ്പിംഗ് വയ്ക്കുകയാണ് ഞാൻ കയ്യുമ്മേ. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള അതിൻ്റെ സെയിം ഫാബ്രിക് എടുത്ത് കയ്യുമ്മേ ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. കഴുത്തിൽ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കഴുത്തിലും ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വേണം ഈ തുണി വയ്ക്കേണ്ടത്. അതിനുശേഷം ഇത് മടക്കി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇത് ചെറിയൊരു പൈപ്പിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ആ ഉള്ളിലേക്ക് ആ സ്റ്റിച്ചിൻ്റെ അവിടത്തേക്ക് വെച്ച് ഇതുപോലെ ഒന്നുകൂടി മടക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പിൽ പൈപ്പിംഗ് ഇട്ടോളൂ. കൈക്കുഴിയിൽ പൈപ്പിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ ഒരു 2 ഇഞ്ച് വലിപ്പമുള്ളൊരു തുണി എടുക്കുക. ഇത് മടക്കി വെച്ചിട്ടുള്ളൊരു തുണിയാണിത്. ഇതുപോലെ ബാൻഡ് വയ്ക്കാനാണ്. ഇത് തുണീൻ്റെ ഫ്രണ്ട് പീസിന് ഇതുപോലെ വെച്ച് തയ്ച്ചു. പുറകിൽ കിട്ടുന്ന ടൈ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം കൊടുക്കണം. ഇനി താഴെ ചുരുക്കിടുന്ന പീസ് നമുക്ക് 2 എണ്ണം കിട്ടിയിരുന്നു. അത് ഞാൻ ഇതുപോലെ നല്ല വശം ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചുരുക്കിടാൻ വേണ്ടി നമ്മൾ ഈ തുണിമേ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് അടിച്ചിട്ട് ഈ ഒരു നൂല് ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് ചുരുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചുരുക്കിട്ടിട്ടുള്ള ഉടുപ്പിടുന്നത്. അപ്പോൾ ഈ തുണീൻ്റെ നല്ല വശത്ത് വേണം ടോപ്പിൻ്റെ അവിടെ വയ്ക്കേണ്ടത്. ആദ്യം ആ ചെയ്യണ മുന്നേ നമ്മൾ ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗം ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് വേണം ചുരുക്കമുള്ളത് ഇടാൻ. ഇവിടെ ഞാൻ ചുരുക്കിട്ട് കഴിഞ്ഞു. എത്രയാണ് ചുരുക്ക് വേണ്ട അതനുസരിച്ച് നമുക്ക് ചുരുക്കിടാം. ചുരുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഫ്ലീറ്റ്സ് വേണമെങ്കിൽ അതും ഇടാം. ഇവിടെ ഇപ്പം ഞാൻ അതെല്ലാം സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഉടുപ്പിൻ്റെ ഇറക്കം എത്ര വരുന്നുണ്ട് നോക്കാം. നമുക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. അത് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലൈനിങ് വെച്ച് കൊടുക്കാം. ലൈനിങ് ഞാൻ ഇവിടെ ഒരു മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ 2 സൈഡും അടിച്ചു കൊടുക്കുക. ഇത് ഇച്ചിരി കൂടി ചുരുക്കിട്ടിട്ടുള്ള ഒരു ഉടുപ്പാണ്. അതുകൊണ്ട് ഞാൻ ലൈനിങ് കൂടുതൽ എടുത്തിട്ടുണ്ട്. 20 ഇഞ്ച് മതിയാവും ഒരു ലൈനിങ്. ഒരു സൈഡിൽ 20 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ച് വലിപ്പമുള്ള ലൈനിങ് എടുക്കാം. ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് തുണീനെ ഇതുപോലെ മറിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉടുപ്പിൻ്റെ സൈഡ് വശം നമ്മൾ അടിച്ചിരുന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ ടൈ ചെയ്യണത് വെച്ചിട്ട് ഈ സൈഡ് വശം അടിച്ചു കൊടുക്കാം അളവിൽ. അങ്ങനെ നമ്മുടെ ഉടുപ്പ് റെഡിയായി. ഞാൻ ഒരു ചെറിയൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോ ഉണ്ടാക്കാൻ എൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ. ഇപ്പം നമ്മുടെ ഉടുപ്പ് റെഡിയായി. ഇത് വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ ഉടുപ്പ് തയ്ച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.